വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സീസൺ ഡിസ്പാച്ചില. ഇന്ന് നമുക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി അരിച്ചെടുക്കാം. ഇത് 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നന്നായി അരിച്ചെടുക്കണം. അതിനുശേഷം ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ടത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇതുപോലെ കുറേശ്ശെയായി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കുറേശ്ശെയായി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ സ്പീഡിലിട്ട് മിക്സ് ചെയ്തെടുക്കണം, ബീറ്റ് ചെയ്യണം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ഫ്ലോർ ഇതുപോലെ കുറേശ്ശെയായി ചേർത്ത് ചെറിയ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഒരു പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ ഓയിലൊക്കെ തടവി റെഡിയാക്കി വെച്ചിരിക്കണം. അതിലേക്ക് ഇത് ഒഴിച്ച് ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇത് ഇറക്കി വെച്ച് വേവിച്ചെടുക്കാം. കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. കേക്ക് തണുത്ത് വരുമ്പോഴേക്കും കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ റെഡിയാക്കിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. അടുത്തതായി കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. കേക്ക് 3 പീസായി മുറിച്ചെടുത്തിട്ടുണ്ട്. ആദ്യത്തെ പീസ് വെച്ച് അതിലേക്ക് നന്നായി ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്തെടുക്കാം. എന്നാൽ കേക്ക് നല്ലത് സോഫ്റ്റ് ആയിരിക്കും. വിപ്പിംഗ് ക്രീം ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നു. ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം വിപ്പിംഗ് ക്രീം ഇതുപോലെ ഇടാം. അതിൻ്റെ മേലെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഓരോ കേക്കിൻ്റെ പീസും റെഡിയാക്കിയെടുക്കാം. കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത പൊടിയാണ് ഇതുപോലെ ഇട്ടിരിക്കുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്.